നാളെ ചെയ്യാം, ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാം, മൂഡ് കണ്ടു തുടങ്ങാം. ഇങ്ങനെ പറഞ്ഞ് ജീവിതത്തിലെ വലിയ അവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്തുന്നവരാണ് നമ്മൾ പലരും. മടി എന്ന ശരീരത്തിലെ ക്ഷീണം മാത്രമല്ല, അതൊരു മൈൻഡ് സെറ്റ് ട്രാപ്പ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു മടിയെ ജീവിക്കാം, എങ്ങനെ ജീവിതത്തിൽ ആക്ഷൻ കൊണ്ടുവരാം എന്ന് സിമ്പിളായി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മടി വരുന്നത് എന്തുകൊണ്ട്? മടിയുള്ളവർ ദുർബലരാണെന്നല്ല, പലപ്പോഴും മടി വരുന്നത് വലിയ ലക്ഷ്യങ്ങൾ കണ്ടുള്ള ഭയം, പരാജയപ്പെടുമോ എന്ന ടെൻഷൻ, ഓവർ തിങ്കിങ്, കോൺഫിഡൻസ് കുറവ്, മൊബൈൽ അഡിക്ഷൻ, ഡിസിപ്ലിൻ ഇല്ലായ്മ, ഇവ കൊണ്ടൊക്കെയാണ് ഈ മടി ഉണ്ടാവുന്നത്. ഇത്രയൊക്കെ കാരണം ചിലർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാകും, പക്ഷേ തുടങ്ങാനുള്ള എനർജി ഉണ്ടാകില്ല. നമുക്ക് ഒരു ജോലി ചെയ്യാൻ മനസ്സില്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ജോലി ചെയ്യാൻ മനസ്സില്ലെങ്കിൽ അപ്പോൾ നിങ്ങളോട് നിങ്ങൾ പറയൂ, 5 മിനിറ്റ് മാത്രം പറഞ്ഞാൽ മതി. സ്റ്റഡി ആണെങ്കിൽ 5 മിനിറ്റ്, വർക്കൗട്ട് ആണെങ്കിൽ 5 മിനിറ്റ്, റീഡിംഗ് ആണെങ്കിൽ 5 മിനിറ്റ്. കാരണം തുടങ്ങുമ്പോഴാണ് ബ്രെയിൻ ആക്റ്റീവ് ആവുന്നത്. മിക്ക ആളുകൾക്കും പ്രശ്നം ജോലി ചെയ്യുന്നതിലല്ല, സ്റ്റാർട്ട് ചെയ്യുന്നതിലാണ്. ഓക്കെ, അപ്പം നമ്മൾ മടിക്ക് വേണ്ടി പറയാൻ പറ്റുന്ന പോസിറ്റീവ് അഫർമേഷനാണ് എന്നെ കൊണ്ട് കഴിയും എന്നുള്ളത് നമ്മൾ 5 മിനിറ്റ് കൃത്യമായിട്ട് പറയാം. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ മടിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൊബൈലാണ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ടർ. നിങ്ങളുടെ സ്വപ്നങ്ങളെ സ്ലോ പോയിസൺ പോലെ കൊല്ലുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് എൻഡ്ലെസ് സ്ക്രോളിംഗ് ആണ്. 5 മിനിറ്റ് റീൽസ് കാണാൻ പോയാൽ 2 മണിക്കൂർ പോകും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക, സ്റ്റഡി വർക്ക് സമയത്ത് ഫോൺ അകലെ വെക്കുക, സോഷ്യൽ മീഡിയ ടൈമിംഗ് ഫിക്സ് ചെയ്യുക. നിങ്ങളുടെ ഫോക്കസാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. കൺക്ലൂഷൻ: മടിയെ ജയിക്കണമെങ്കിൽ ചെറിയ തുടക്കങ്ങൾ ചെയ്യുക, ഓവർ തിങ്കിങ് നിർത്തുക, ഫോൺ ഡിസ്ട്രാക്ഷൻ കുറയ്ക്കുക, ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുക, ദിവസവും ആക്ഷൻ എടുക്കുക. ഓർക്കുക, പെർഫെക്റ്റ് ടൈം ഒരിക്കലും വരില്ല, പക്ഷേ നിങ്ങൾ തുടങ്ങുന്ന ദിവസം നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കൂടുതൽ മലയാളം മോട്ടിവേഷൻ വീഡിയോസ് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.